അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഹജ്ജ് സീസൺ എത്തുമ്പോൾ അദ്ദേഹം മസ്ജിദുൽ ഹറമിൽ ചെന്നിട്ട് ചോദിക്കും, യമനിൽ നിന്ന് വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന്. കുറച്ച് ആളുകളൊക്കെ മുന്നോട്ട് വരും. അദ്ദേഹം ഒന്നുകൂടി ചുരുക്കും, യമനിലെ കർണ് ഗോത്രക്കാരായ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന്. അങ്ങനെ അധികം ആരെയും കണ്ടെത്താൻ കഴിയില്ല. അദ്ദേഹം നിരാശനായി മടങ്ങും. ഇതിങ്ങനെ ആവർത്തിച്ചു. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോൾ മഹാനവറുകളും ഈ ചര്യ പിന്തുടർന്നു. ഹജ്ജിന്റെ കാലങ്ങളിൽ പരിശുദ്ധ ഹറമിൽ വന്നിട്ട് യമനുകാരെ അന്വേഷിക്കുന്നു, യമനിൽ നിന്ന് കർണുകാരെ അന്വേഷിക്കുന്നു. ഒരു ദിവസം കർണിൽ നിന്നുള്ള ഒരു സംഘത്തെ അവിടുന്ന് കണ്ടുമുട്ടുന്നുണ്ട്. അവരോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് കർണിലെ ഉവൈസ് എന്ന വ്യക്തിയെ പരിചയമുണ്ടോ എന്ന്. ഒരല്പം ഇങ്ങനെ നിശബ്ദരായിട്ട് അവർ പറഞ്ഞു, കർണുകാരനായ ഒരു ഉവൈസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, പക്ഷേ ഖലീഫ അന്വേഷിക്കാൻ മാത്രം യോഗ്യതയുള്ള ഒരു ഉവൈസിനെ ഞങ്ങൾക്കറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവരോടുകൂടെ ഉവൈസിനെ അന്വേഷിച്ച് കർണിലേക്ക് യാത്ര തിരിക്കുകയാണ്. കയ്യിൽ ഒരു ഗിഫ്റ്റും കരുതിയിട്ടുണ്ട്. പ്രവാചകരുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ ഉവൈസിന് വേണ്ടി മാറ്റിവെച്ച ഒരു കമീസും തലപ്പാവും. നബി തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് അന്ന് പറയുകയുണ്ടായി, കർണുകാരനായ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ എന്ന്. അതോടുകൂടെ തങ്ങളുടെ ഈ ഒരു കമീസും തലപ്പാവും ഉവൈസിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. ഈ ഒരു ഗിഫ്റ്റുമായിട്ട് ഉമർ ബിൻ ഖത്താബ് യമനിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചിത്രം യമനിലെ ചന്തയാണ്. എല്ലാ ദിവസവും രാവിലെ കച്ചവടം ചൂടുപിടിക്കുന്ന സമയത്ത് ചന്തയിലേക്ക് ഒരു ഭ്രാന്തനായ മനുഷ്യൻ കടന്നു വരാറുണ്ട്. ഒരു മുഷിഞ്ഞ വേഷവും വിഷംനൊട്ടിയ വയറും ദാരിദ്ര്യത്തിന്റെ കോലം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ചന്തയിൽ വന്നിട്ട് ചോദിക്കും, മദീനയിൽ നിന്ന് വന്ന കച്ചവടക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെയെന്ന്. ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അവരുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന്, എൻ്റെ പ്രവാചകരുടെ നാട്ടിൽ നിന്നാണല്ലോ നിങ്ങൾ വരുന്നതെന്ന്. ഒരിക്കൽ ഒരു കല്ലെടുത്തിട്ട് അദ്ദേഹം തൻ്റെ പല്ലിങ്ങനെ കുത്തി പൊട്ടിക്കുന്നുണ്ട്. ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, മദീനയിൽ നിന്ന് വന്ന കച്ചവടക്കാർ എന്നോട് പറഞ്ഞു, ഇന്നലെ ഉഹുദിൽ പ്രവാചകരുടെ ഒരു പല്ല് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. എൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ലാത്ത ഒരു പല്ല് ഈ ഉവൈസിനും ആവശ്യമില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു കുറ്റബോധം. എൻ്റെ നഷ്ടപ്പെട്ട പല്ല് തന്നെ ആകുമോ പ്രവാചകർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ആകാനിടയില്ല. അദ്ദേഹം അടുത്ത പല്ലും ഇളക്കി. അങ്ങനെ എടുത്തെടുത്ത് വായയിലെ അധിക പല്ലുകളും അദ്ദേഹം എടുത്തു കളഞ്ഞു. ഈ ഒരു ഉവൈസിനെ അന്വേഷിച്ചിട്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് കർണിലേക്ക് എത്തിയിരിക്കുന്നത്. യാത്രക്കാർ പറഞ്ഞതുപോലെ ഉവൈസിന്റെ അടുത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എത്തിച്ചേർന്നു. ചെന്ന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കി. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങളാണോ കർണുകാരനായ ഉവൈസ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനാണ് കർണുകാരനായ ഉവൈസ്. നിങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളപ്പാണ്ടിന്റെ അസുഖം ഉണ്ടായിരുന്നു? അതെ, എനിക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. ഇന്നത് മാറിയിട്ട് ഒരു നാണയത്തിന്റെ അത്രയും ചുരുങ്ങി വയറ്റിലൊരു പാടായിട്ട് ബാക്കിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, ശരിയാണ്. അങ്ങനെ തങ്ങൾ പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഓരോ അടയാളങ്ങളും ചോദിച്ച് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉറപ്പുവരുത്തി അന്ന് പ്രവാചകർ പറഞ്ഞ ഉവൈസുൽ ഖർണി ഇദ്ദേഹം തന്നെയാണെന്ന്. തുടർന്ന് തൻ്റെ കയ്യിലുള്ള ആ ഗിഫ്റ്റ് ഉവൈസുൽ ഖർണിക്ക് കൈമാറി. എന്നിട്ട് പറഞ്ഞു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി മാറ്റിവെച്ച ഒരു കമീസും തലപ്പാവുമാണ് ഇതിലുള്ളത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പ്രവാചകരെ കണ്ടിട്ടുണ്ടോ എന്ന്. ഉമർ തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ പ്രവാചകരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ പഴയ കാലത്ത് ഓർത്തെടുക്കാൻ തുടങ്ങി. നബി തങ്ങളുടെ ജീവിതകാലത്ത് എൻ്റെ ഉമ്മക്ക് അസുഖമുള്ളത് കൊണ്ട് പ്രവാചകരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയ ഉവൈസ് തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അന്നൊരിക്കൽ ഉമ്മ അദ്ദേഹത്തിന് അനുമതി കൊടുക്കുന്നുണ്ട് പ്രവാചകരെ കണ്ട് തിരിച്ചു വരാൻ. ഉമ്മ പറഞ്ഞു, മോനെ, പ്രവാചകരുടെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം, ഉമ്മയുടെ അസുഖം കുറച്ച് മൂർച്ഛിച്ചിട്ടുണ്ട്. ഉമ്മ പറഞ്ഞതുപോലെ അദ്ദേഹം മരുഭൂമിയിലൂടെ വേഗത്തിൽ മദീന ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട്. മദീനയിൽ എത്തിച്ചേർന്ന് പ്രവാചകരുടെ ആ ഒരു ചെറിയ കൂരയുടെ കതകിൽ മുട്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വീടിനകത്ത് നിന്ന് മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, ആരാണ് പുറത്തുള്ളത് എന്ന്. അദ്ദേഹം പറഞ്ഞു,
ഞാനൊരു പ്രവാചകാനുരാഗിയാണ്, പ്രവാചകരെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ആയിഷ ബീവി വീടിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു. പ്രവാചകർ പുറത്തു പോയതാണ്, കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും, ഒരല്പസമയം കാത്തു നിന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അധിക നേരം കാത്തു നിൽക്കാനുള്ള സമയം ഉവൈസിനുണ്ടായിരുന്നില്ല. കാരണം ഉമ്മ പറഞ്ഞ വാക്ക് അദ്ദേഹം ഓർത്തെടുത്തു. മോനെ, പെട്ടെന്ന് തിരിച്ചു വരണം, ഉമ്മയുടെ അസുഖം കുറച്ച് മൂർച്ഛിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടനെ കർണിലേക്ക് തന്നെ തിരിച്ചു നടക്കുന്നുണ്ട്. പിന്നീട് കാലങ്ങൾക്കിപ്പുറം അദ്ദേഹം വീണ്ടും മദീനയിലേക്ക് ഒരു വട്ടം കൂടെ വരുന്നുണ്ട് പ്രവാചകരെ കാണാൻ. അന്ന് മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് സ്വഹാബത്ത് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഉവൈസുൽ ഖർനി ചോദിച്ചു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? ആരും ഒന്നും പറയുന്നില്ല, പൂർണ്ണ നിശബ്ദത മാത്രം അവിടെ ബാക്കിയുണ്ട്. അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു, എൻ്റെ ഹബീബ് എവിടെയാണെന്ന്. ആ സമയത്ത് അവിടെയുള്ള സഹാബികളിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകർ ഇന്നലെ വഫാത്തായി പോയിട്ടുണ്ട് എന്ന്, അവിടെ റൗളയിൽ മറമാടിയിട്ടുണ്ട് എന്ന്. ഇത് കേട്ടു നിൽക്കാൻ ഉവൈസിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ബോധരഹിതനായിട്ട് ആ ഒരു മണലിൽ അങ്ങ് വീണുപോയി. സഹാബത്ത് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ പെട്ടെന്ന് മദീനയിൽ നിന്ന് പുറത്തു കടത്തണം, പ്രവാചകരില്ലാത്ത മദീനയിൽ നിൽക്കാൻ ഈ ഉവൈസിന് കഴിയില്ല എന്ന്. തൻ്റെ പഴയ കാലത്തെ കാഴ്ന്നിറങ്ങിയ ഉവൈസുൽ ഖർനിയെ ഉമർ തങ്ങൾ ഒന്നുകൂടെ ഉണർത്തി. ഞങ്ങളോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കർണുകാരനായ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേന്ന്, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് ദുആ ചെയ്തു തരണം. ഒരുപാട് നേരം അവരിങ്ങനെ സംസാരിച്ചിരുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ മദീനയിലേക്ക് വരണം, അവിടെ എല്ലാ സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. പക്ഷേ ഉവൈസുൽ ഖർനി വിസമ്മതിക്കുകയാണ്. പ്രവാചകരില്ലാത്ത മദീനയിൽ കഴിയാൻ ഉവൈസിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്മാറുന്നുണ്ട്. കാലങ്ങൾക്കിപ്പുറം ആളുകളുടെ സന്ദർശനം വർദ്ധിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സന്ദർശനത്തെ എല്ലാവരും അറിയുകയും ചെയ്തതുകൊണ്ട് ഉവൈസ് തങ്ങൾ ബഗ്ദാദിലേക്ക് തിരിച്ചു പോകുന്നു. വിശാലമാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകാനുരാഗത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് മഹാന്മാർ പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണം മക്കളെ പരിചരിക്കുന്നു എന്നതാണോ? അതുപോലെ മാതാപിതാക്കളെ പരിചരിക്കുന്നത് മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനും വലിയ കാരണമാകുമെന്ന് ഉവൈസ് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. മഹാനവറുകളുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതവും ധന്യമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ.